മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, 2015 ഫെബ്രുവരി മാസം 15-ാം തീയതി ഐസിസ് തീവ്രവാദികൾ 21 കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ ഒരു കടൽ തീരത്ത് കൊണ്ടുപോയി നിരയായി നിർത്തി കഴുത്തറുത്ത് കൊന്ന സംഭവം മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കിയ ക്രൂരകൃത്യമായിരുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 21 പേരെയും കത്തോലിക്ക തിരുസഭയിലെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു. അവരുടെ കഴുത്തറക്കാൻ നീട്ടിക്കൊടുക്കുമ്പോഴും ഇവർ 21 പേരും കണ്ണുകളുയർത്തി അവർ ഉരുവിട്ട വാക്കുകൾ യേശുവേ രക്ഷക എന്നതായിരുന്നു എന്ന് മാധ്യമങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2019 ഡോക്ടർ മാർട്ടിൻ മൂസ്ബാക്ക് എന്ന ജർമ്മൻ എഴുത്തുകാരൻ ഈ 21 രക്തസാക്ഷികളെയും അവരുടെ ധീരമായ ക്രൈസ്തവ സാക്ഷ്യത്തെയും കുറിച്ച് ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം അവരുടെ വീട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അദ്ദേഹത്തെ അതിശയിപ്പിച്ചത് അദ്ദേഹം തന്നെ പറയുന്നു, അവർക്കാർക്കും തീവ്രവാദികളോട് പകയില്ല, വിദ്വേഷമില്ല, മറിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ സ്വർഗത്തിലുണ്ടല്ലോ എന്ന സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് മുഴുവനും ഉണ്ടായിരുന്നത് എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പും ഇതുതന്നെയാണ്. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ അവസാനം വരെ നിന്റെ ഈശോയോട് വിശ്വസ്തനായിരിക്കുക. ഈ 21 പേരെയും തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നത് അവർ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടോ തീവ്രവാദികൾ ഒറ്റുകൊടുത്തിട്ടോ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടോ അല്ല, മറിച്ച് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം ഭയപ്പെടുകയാണ്. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിയെയുമാണ് അവൻ ഇന്ന് ഭയക്കുക. ലോകത്തെയും പാപത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തിയവന്റെ മുമ്പിൽ തങ്ങൾക്ക് വിജയിക്കാൻ ആവില്ല എന്ന തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ ഈ ഭയത്തിന് അടിസ്ഥാനം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാകാം അവൻ്റെ അനുയായികളെ തിരിഞ്ഞുപിടിച്ച് മാത്രം ആക്രമിക്കുക. അതുകൊണ്ടാകാം അവൻ്റെ ആരാധനാലയങ്ങൾക്ക് മാത്രം തീയിടുക. അതുകൊണ്ടാകാം അവൻ്റെ പള്ളികൾ മാത്രം ആക്രമിക്കപ്പെടുക. അതുകൊണ്ടാകാം അവർ സ്ഥാപിച്ച കൂദാശകളെ അവഹേളനപാത്രമാക്കുക. അതുകൊണ്ടാകാം ക്രിസ്തുവിനെ വികലമാക്കിക്കൊണ്ട് കാർട്ടൂണുകൾ സൃഷ്ടിക്കുക. അതുകൊണ്ടാകാം വിശ്വാസ സത്യങ്ങളെ ഇകഴ്ത്തി കാണിച്ച് സിനിമകൾ ഉണ്ടാകുക. അതുകൊണ്ട് മാത്രമാകാം പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും ഇവർ ഇത്രമാത്രം ഭയപ്പെടുന്നത്. നമ്മൾ സ്ലീഹാകാലത്തിലെ 5-ാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി ഈശോയെ പ്രഘോഷിച്ച രക്തസാക്ഷികളായ സ്ലീഹന്മാരെയാണ് ഈ കാലത്ത് നാം അനുസ്മരിക്കുക. ശിഷ്യന്മാരെ പിന്തുടർന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഈശോ നൽകുന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ. ഒന്നാമതായി ഈശോ പറയുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ്. ചെന്നായ്ക്കളുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വളർത്തുമൃഗത്തെ പോലും ചെന്നായി വെറുതെ വിടില്ല. അവയെ നശിപ്പിക്കും, ഇല്ലായ്മ ചെയ്യും, കൊല്ലും. ഈ ചെന്നായുടെ സ്വഭാവമുള്ളവരുടെ അടുത്തേക്കാണ് ഒരു പക്ഷേ കർത്താവ് നമ്മെയും അയക്കുക. അവിടെ വർഗീയത വിളമ്പുന്നവർ ഉണ്ടാകാം. അവിടെ അനീതി കണ്ടാലും അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ കൈയും കെട്ടി നിൽക്കുന്നവരുണ്ടാകാം. കൂടെ നിൽക്കുന്നവർ കുതുകാല് വെട്ടുന്ന അവസ്ഥ വരെ സംഭവിക്കാം. അപ്പോഴും ഈശോയെ മുറുകെ പിടിച്ച് അവന് സാക്ഷിയായിട്ട് മാറുവാൻ എനിക്ക് സാധിക്കുമോ എന്നാണ് നാം ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത്. നീ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലിനെ പറ്റിയും യേശു പറഞ്ഞു തരുന്നുണ്ട്. ഈശോ പറയുന്നു, നീ വിവേകം ഉള്ളവനായിരിക്കണം. വെറും വിവേകമല്ല, മറിച്ച് സർപ്പങ്ങളെ പോലെ വിവേകമുള്ളവനായിരിക്കണമെന്ന ഈശോ പഠിപ്പിക്കുക. രണ്ടാമതായി പറയുന്നു, പ്രാവുകളെ പോലെ നിഷ്കളങ്കൻ ആയിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായി കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ടത് മനുഷ്യരെയാണ്, മൃഗങ്ങളെയല്ല. നീ മനുഷ്യരെ സൂക്ഷിക്കുവിനെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. നീ വിചാരിക്കുന്ന നിന്റെ ചങ്ക് ബ്രോ ഒരുപക്ഷെ നിന്റെ നാശം ആഗ്രഹിക്കുന്നവനായിരിക്കാം, കാര്യം കാണാൻ മാത്രം കൂടെ നിൽക്കുന്നവനായിരിക്കാം. ഇവിടെയെല്ലാം ആത്മസംയമനം പാലിച്ച് കർത്താവിന് സാക്ഷ്യം നൽകണം. 21 കോപ്റ്റിക് സഹോദരങ്ങളെ പോലെ കർത്താവ് പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ആ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, അധ്വാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.